ഇതെങ്ങനെയാണ് ഈ പ്ലാൻ ആരുടെയായിരുന്നു? പ്ലാൻ ശരിക്കും പറഞ്ഞാൽ അനാമിക എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഒരു നമുക്ക് ഫിഫയുടെ ഒരു സോങ് ചെയ്താലോ എന്നുള്ള ഇതിൽ. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ ഞാൻ കണ്ടത്. പക്ഷേ ഇതൊരു ഐഡിയ എൻ്റെ ഫ്രണ്ട് വൈ എൻ്റെ അയർലൻഡിലാണ് ഇപ്പോൾ ഉള്ള ഫ്രണ്ടാണ് വൈഷ്ണവ്. അവൻ്റെ അടുത്ത് ഈ ഐഡിയ കൊടുത്തപ്പോൾ അവനൊരു സാധാ സോങ് എന്നുള്ളൊരു ഒരു ആന്തം പോലെ പരിപാടി, എൻ്റെ ബീറ്റിൻ്റെ മെയിൻ ഒരു സോൾ അതാണല്ലോ, ബീറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇതൊരു വലിയ പരിപാടി, ലൈക്ക് ഫിഫ എനിക്കൊരു കോൺട്രാക്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയയിൽ എഴുതിയതാണ്. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള മൊമെന്റുകൾ എന്തായിരുന്നു? ഇത് പോസ്റ്റ് ചെയ്യുന്നതിനുള്ള കാര്യം കോമഡിയാണ്. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഇതിൻ്റെ ഡെമോ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ബിഗ് ലേബിൾസിനും പരിപാടികളൊക്കെ അപ്രോച്ച് ചെയ്തു. എനിക്ക് ഇതിൻ്റെ വിഷയം എനിക്കിത് എഴുതിയപ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് സംഭവം വേറെ ലെവലിലേക്ക്, ഇതൊന്നും സംഭവം സീനായിട്ട് ഒരു ലൈക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫിഫ വരെ മെൻഷൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ലെവലിലേക്ക് പോകുന്ന മനസ്സിലായി. ഞങ്ങൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു. ആർക്കും എൻ്റെ വിഷൻ കറക്റ്റ് കത്തിയില്ല എന്ന് തോന്നുന്നു, എല്ലാവരും റിജക്റ്റ് ചെയ്തിട്ടുണ്ടായത് വേണ്ടാന്നുള്ള ഇതിൽ. അപ്പോൾ നമ്മൾ ആലോചിച്ച് വൈ നോട്ട് സ്ഥിരം നമ്മളെപ്പോഴും വേറെ ഒന്നും വേണ്ട, ഇപ്പോൾ ഓൾറെഡി വൈകിപ്പോയി പാട്ട് എഴുതിയപ്പോൾ, ലിറ്ററലി ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് പാട്ട് എഴുതി റെക്കോർഡിങ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഔട്ട് കിട്ടിയപ്പോൾ ഫിഫ തുടങ്ങാറുമായി, വൈകിപ്പോയല്ലോ എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമുക്ക് തന്നെ ഒന്ന് ചുമ്മാ ഒരു വീഡിയോ ഇറക്കാം, കാണുന്നവർ കാണട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ എല്ലാവരും സ്വീകരിച്ച്